ഹായ് ഗൈസ് വെൽക്കം ടു ടെക് ന്യൂസ് എപ്പിസോഡ് 2. ഇന്ന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള 5 ന്യൂസുകളാണ് നോക്കാൻ പോകുന്നത്. റിയൽമി ആൻഡ് വൺ പ്ലസ് മെർജ് ചെയ്തിരിക്കുകയാണ്. ഓപ്പൺ എ ഐ പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നു ആൻഡ് അവർ ഡയറക്റ്റ്ലി ഐഫോണുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതാണ് അവർ പറയുന്നത്. സാംസങ് ഒരു ബ്രേക്ക് ത്രൂ ടെക്നോളജി അവരുടെ നെക്സ്റ്റ് സീരീസ് ഓഫ് SoCയിൽ യൂസ് ചെയ്യാൻ പോവുകയാണ്. ആൻഡ് ആപ്പിൾ ഐഫോൺ 20 അതായത് 20th ആനിവേഴ്സറി ഐഫോണിൻ്റെ ഡിസ്പ്ലേയുടെ ഒരുപാട് കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്. ആൻഡ് റാം ആൻഡ് SoC പ്രൈസ് ഇൻക്രീസ് ആയതുകൊണ്ടുള്ള ഇമ്പാക്റ്റുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ടൈം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് ആദ്യത്തെ ന്യൂസിലേക്ക് കടക്കാം. റിയൽമി ആൻഡ് ഒപ്പോ മെർജ് ആയിട്ടാണ്. ഇന്റേണലി ഇപ്പോൾ അവർ പറയുന്നത് ഇതൊരു ജസ്റ്റ് ഒരു റീസ്ട്രക്ചറിങ് ആണെന്നാണ് പറയുന്നത്. ഇവരുടെ എല്ലാവരുടെയും R&D ടീമും ബാക്കിയുള്ള ടീമും എല്ലാം ഒരുമിച്ച് ഒറ്റ ടീമാക്കി മാറ്റുകയാണ് ഇപ്പോൾ റിയൽമിയും വൺ പ്ലസും ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇതിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനീഷ്യലി വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിൽ ലോഞ്ച് ചെയ്യാൻ നേരത്തെ ഈ ഒരു ബ്രാൻഡ് ഒരു നീഷ് കാറ്റഗറി ആയിട്ടുള്ള ഒരു കസ്റ്റമേഴ്സിന് ടാർഗറ്റ് ചെയ്ത് ഇറക്കിയിട്ടുണ്ടായിരുന്നത്. കസ്റ്റം റൂംസിന് ഇഷ്ടപ്പെടുന്ന, ബൂട്ട് ലോഡർ അൺലോക്ക് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന, അതേപോലെ തന്നെ കുറച്ചുകൂടി ടെക് എൻതൂസിയാസ്റ്റ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഇറക്കിയിരുന്നത്. പക്ഷേ ഇവൻച്വലി എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ പ്ലസ് സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇന്ന് ഒരു ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിലേക്കാണ് ഈ ഒരു സ്മാർട്ട് ഫോൺസ് കോമ്പീറ്റ് ചെയ്യുന്നത്. ഇതേ ഫ്ലാഗ്ഷിപ്പ് കാറ്റഗറിയിൽ തന്നെ ഈ ഒരു BBK ഗ്രൂപ്പിന് വേറൊരു ബ്രാൻഡ് ഉണ്ട്, അതാണ് ഒപ്പോ. അപ്പോൾ ഈ ഒപ്പോയുടെ സ്മാർട്ട് ഫോൺസിനെ കാനിബലൈസ് ചെയ്യുകയാണ് ഇപ്പോൾ വൺ പ്ലസിൻ്റെ ഹൈ എൻഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസ് ചെയ്യുന്നത്. വൺ പ്ലസിൻ്റെ സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് കൂടിക്കൂടി വന്നപ്പം ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാനായിട്ടാണ് BBK ഗ്രൂപ്പ് റിയൽമി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ലോഞ്ച് ചെയ്തത്. ഈ റിയൽമി ആണ് ഇപ്പം ലോ എൻഡ് തൊട്ട് അവരുടെ അപ്പർ മിഡ് റേഞ്ച് വരെയുള്ള ഫോൺസ് നോക്കുന്നത്. അപ്പം ഇങ്ങനെ നമ്മൾ നോക്കാൻ നേരത്ത് വൺ പ്ലസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന് ഒരു എക്സിസ്റ്റൻഷ്യൽ ക്രൈസിസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി പോകുന്ന ദിവസങ്ങളിൽ മേ ബി വൺ പ്ലസിൽ ഫ്യൂവർ ലോഞ്ചസ് ഉണ്ടാവാം ഫോണിൽ. ഇപ്പം തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് അവർ കുറച്ച് ഫോണുകൾ മാത്രമേ ലോഞ്ച് ചെയ്യുള്ളൂ ഗ്ലോബലി. അവർ ഫ്ലാഗ്ഷിപ്പ് ഫോൺസ് ചൈനയിലേക്ക് മാത്രമായിട്ട് അവർ കുറയ്ക്കുന്നൊക്കെയുള്ള റൂമേഴ്സ് നമുക്കിപ്പോൾ ഉള്ളതാണ്. അപ്പോൾ ഒറ്റയടിക്ക് ഈ ഒരു ബ്രാൻഡിന് വൺ പ്ലസിന് ക്ലോസ് സെയിൽ ഉണ്ടാവില്ല. ബട്ട് ഇനി അങ്ങോട്ടേക്കുള്ള സെയിൽസും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഒപ്പോ അല്ലെങ്കിൽ BBK ഗ്രൂപ്പ് ഒരു ഡിസിഷൻ എടുക്കുമായിരിക്കും. ഇനി വേറൊരു കാര്യം, എന്തുകൊണ്ട് വൺ പ്ലസിനെ ചൂസ് ചെയ്തു, റിയൽമീനെ ചൂസ് ചെയ്തില്ല ഈ ഒരു ഡിസ്മാൻഡിൽ ചെയ്യാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ റിയൽമിക്ക് നല്ല സെയിൽസ് ഗ്രോത്ത് ഉള്ളൊരു ബ്രാൻഡാണ്. പക്ഷേ വൺ പ്ലസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് കൊല്ലമായിട്ട് ഗ്ലോബലിയും പിന്നെ മൊത്തത്തിൽ ഇന്ത്യയിലും ഒക്കെ ആയിട്ട് സെയിൽസ് വല്ലാതെ കുറഞ്ഞു വരുന്നൊരു ബ്രാൻഡാണ്. അപ്പോൾ BBK ഗ്രൂപ്പിനെ വെച്ച് നോക്കുമ്പോൾ അവർക്ക് അൾട്രാ ഹൈ എൻഡിലേക്ക് ഒരു ഒപ്പോ എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ബാക്കിയുള്ള ലോവർ അതായത് മിഡ് റേഞ്ച് ആസ് വെൽ ആസ് ബഡ്ജറ്റിലേക്ക് റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡുണ്ട്. ഇപ്പോൾ വൺ പ്ലസ് എന്ന് പറഞ്ഞ ബ്രാൻഡിന് അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണ് അവരുള്ളത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ഒപ്പോ ഗ്രൂപ്പ് എന്താണ് വൺ പ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡിനെ കൊണ്ട് ചെയ്യുന്നതെന്ന് ഈ വരും ദിവസങ്ങളിൽ നമുക്ക് അറിയാൻ പറ്റുമായിരിക്കും. ഇനി രണ്ടാമത്തെ മേജർ ന്യൂസ്, ഓപ്പൺ AI അതായത് ChatGPT എന്ന് പറയുന്ന ആ ഒരു ചാറ്റ് ബോട്ട് ഉണ്ടാക്കിയ കമ്പനിയിലെ അവർ പുതിയ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. ഈ ഒരു സ്മാർട്ട് ഫോൺ ഡയറക്റ്റ്ലി ഐഫോണിനെ കോമ്പീറ്റ് ചെയ്യാൻ പോകുകയെന്നാണ് ഓപ്പൺ AI വന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോണിന് വേണ്ടിയിട്ട് ഒരു കസ്റ്റം ചിപ്സെറ്റാണ് MediaTek അല്ലെങ്കിൽ ക്വാൾകോമിൻ്റെ കയ്യിൽ നിന്ന് ഓപ്പൺ AI വാങ്ങാൻ പോകുന്നത്. ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് ചെയ്യുന്നത് ലക്ഷെയർ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഈ ഒരു കമ്പനി തന്നെയാണ് ഐഫോൺസിനെ മാനുഫാക്ചർ ചെയ്യുന്നത് ചൈനയിൽ. അപ്പോൾ എന്താണ് ഈ ഒരു ഫോണിൻ്റെ പ്രത്യേകത എന്നാണ്, ഈ ഒരു ഓപ്പൺ AI പറയുന്ന ഫോണിൽ ആൻഡ്രോയിഡ് OS അല്ല റൺ ചെയ്യാൻ പോകുന്നത്, അവരുടെ തന്നെയായിട്ടുള്ള കസ്റ്റം OS ആണ് ഈ ഒരു ഫോണിൽ റൺ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഈ ഫോണിൽ ആപ്സ് ഒന്നും ഉണ്ടാവില്ല, ഇതിൽ AI ഏജൻസ് ആയിരിക്കും ഉണ്ടാവുക. ഇവർ പറയുന്നത് നമ്മൾ ആപ്സ് യൂസ് ചെയ്യുന്നത് ഒരു ടാസ്ക് ചെയ്യാനാണ്. ഇതേ ടാസ്ക് ഒരു AI ഏജൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്തിനാണ് ആപ്പ് എന്നാണ് ഇവർ ചോദിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്ത് വന്ന ഡീറ്റെയിൽസ് അനുസരിച്ചിട്ട് ഈ ഒരു ഫോണിൻ്റെ എങ്ങനെയായിരിക്കും ഈ ഫോണിൽ ഹോം സ്ക്രീൻസ് ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോട്ടോ ആണ് ഇത്. അപ്പോൾ ഇങ്ങനെ ഒരു AI ഏജൻറ്റ് മാത്രമുള്ള ഒരു ഫോണിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്സിൻ്റെ അത്ര എഫിഷ്യൻ്റ് ആയിട്ട് AI ഏജൻറ്റ്സ് വർക്ക് ആകണമെന്നില്ല. പിന്നെ ഈ ഒരു AI ഏജൻറ്റ്സ് കുറേ എണ്ണം ലോക്കലായിട്ടും കുറേ എണ്ണം ക്ലൗഡിലും ഉണ്ടാവുകയാണ് പറയുന്നത്. ക്ലൗഡിൽ ഒരുപാട് ഡിപ്പെൻഡൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വല്ലാണ്ട് ബാറ്ററീനെ അത് എഫക്റ്റ് ചെയ്യും. അതുകൊണ്ട് അവർ എന്ത് രീതിക്കാണ് ഇത് ബാലൻസ് ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ല. ഏതൊക്കെ ടാസ്കിനാണ് ഓൺ ഡിവൈസ് മോഡൽസ്, ഏതൊക്കെ ടാസ്കിനാണ് ഇവർ ക്ലൗഡ് ബേസ്ഡ് മോഡൽസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് നമുക്കിപ്പോഴത്തേക്ക് അറിയില്ല. ഈ ഒരു ഫോണിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് early 2028 അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഇതിൻ്റെ റിസർച്ചും പ്രോട്ടോടൈപ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ 2026 2027 ഫസ്റ്റ് ക്വാർട്ടറിലൊക്കെ ആയിട്ട് തീരുമെന്നാണ് ഓപ്പൺ AI പറയുന്നത്. ഇതുകൂടാതെ തന്നെ ഒരു AI ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒരുപാട് പ്രൈവസി കൺസേൺസ് ഉണ്ട്.
കാരണം ഈ ഡാറ്റയൊക്കെ അവർ അവരുടെ അടുത്ത മോഡലിന് ട്രെയിൻ ചെയ്യാൻ യൂസ് ചെയ്യുമോ, പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ഏജൻറ്റിൻ്റെ കയ്യിലേക്ക് നമ്മൾ കൊടുക്കേണ്ടി വരും, കുറേ പെർമിഷൻസ് കൊടുക്കേണ്ടി വരും. ഇതിന് ക്യാമറ ആക്സസിബിൾ ആയിരിക്കും, മൈക്രോഫോൺ ആക്സസിബിൾ ആയിരിക്കും, അതുപോലുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഏജൻസിന് ആക്സസിബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമ്മൾ കണക്കിലെടുത്തിട്ട് വേണം ഈ ഒരു ഫോൺ സക്സസ് ആകുമോ ഇല്ലയോ എന്ന് നോക്കാനായിട്ട്. പിന്നെ ഇത് ഇവർ പറയണ പോലെ ആയിട്ടില്ലെങ്കിൽ ഇത് ജസ്റ്റ് ഒരു ഗാഡ്ജറ്റ് ആയിട്ട് മാറുമായിരിക്കും. അല്ലാണ്ട് ഇത് ആപ്പിളിൻ്റെ അടുത്തോ ഇല്ലെങ്കിൽ ബാക്കിയുള്ള സാംസങ്ങിൻ്റെയോ ആൻഡ്രോയിഡിൻ്റെ അടുത്തൊന്നും കോമ്പീറ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഫോണായി മാറാൻ പോകുന്നില്ല. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇതൊരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ് ഓപ്പൺ എഐൻ്റെ കയ്യിൽ നിന്ന്. അഥവാ സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ നമ്മളുടെ മൊത്തം സ്മാർട്ട് ഫോൺ ഇൻഡസ്ട്രി തന്നെ മാറാൻ പോവുകയാണ്. ഇനി മൂന്നാമത്തെ മേജർ ന്യൂസ്, സാംസങ് ഒരു ബ്രേക്ക് ത്രൂ ടെക്നോളജി കൊണ്ടുവരികയാണ് അവരുടെ നെക്സ്റ്റ് SoC മാനുഫാക്ചറിങ്ങിൽ. സാംസങ്ങിൻ്റെ എക്സിനോസ് 2700 എന്ന പ്രോസസ്സറിൽ, അതായത് S27 സീരീസിൽ വരാൻ പോകുന്ന പ്രോസസ്സറിൽ അവർ POP മെത്തേഡിന് പകരം SBS മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് POP എന്ന് ചോദിക്കുന്നവർക്ക്, ഇത്രയും കാലം ഇറങ്ങിയ സ്മാർട്ട് ഫോൺസിലൊക്കെ പ്രോസസ്സറും റാമും ഇങ്ങനെ സ്റ്റാക്ഡ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്, ഒന്ന് മറ്റൊന്നിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. ഇങ്ങനെ വെക്കാൻ നേരത്തെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ SoCയിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് ആ റാമിൻ്റെയും SoCൻ്റെ ഇടയ്ക്ക് ട്രാപ്പ് ആവുകയും അത് കഴിഞ്ഞിട്ട് ഈ ഒരു SoCൻ്റെ പെർഫോമൻസ് കുറയുകയാണ് ചെയ്യുന്നത്. അതുകൂടാതെ തന്നെ ഈ ഒരു റാമും ഈ ഒരു SoCയും ഈ ഒരു സ്റ്റാക്ഡ് പൊസിഷനിലായതുകൊണ്ട് ഇവർ തമ്മിലുള്ള ഡിസ്റ്റൻസും കുറച്ച് കൂടുതലെന്ന് പറയുമ്പോൾ മൈക്രോമീറ്റേഴ്സ് അല്ലെങ്കിൽ നാനോമീറ്റേഴ്സ് വളരെ കൂടുതലാണ്. ഈ ഒരു ഡിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഹീറ്റ് ജനറേറ്റ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ സാംസങ് ഇപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ സ്റ്റാക്ഡ് ആയിട്ട് വെക്കാണ്ട് ഇത് രണ്ടും സൈഡ് ബൈ സൈഡാണ് വെക്കാൻ പോകുന്നത്. ഇപ്പോൾ ഈ സൈഡ് ബൈ സൈഡായിട്ട് വെക്കുന്ന ഈ ഒരു പ്രോസസ്സ് ഭയങ്കര എക്സ്പെൻസീവ് ആയൊരു പ്രോസസ്സാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഇത് ജനറലി GPUസിലും സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൻ്റെ ചിപ്സെറ്റ്സിലും മാത്രമാണ് ഇത്രയും കാലമായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതിനെ ഒരു മിനിയേച്ചറൈസ് ചെയ്തിട്ട് സ്മാർട്ട് ഫോൺസിൽ യൂസ് ചെയ്യാനാണ് സാംസങ് ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സൈഡ് ബൈ സൈഡ് ആയതുകൊണ്ട് നമുക്ക് സ്മാർട്ട് ഫോൺസിൽ സ്പേസിൻ്റെ ഒരു കൺസ്ട്രെയിൻറ്റ് ഉണ്ടാകും. അതെങ്ങനെയാണ് അവർ സോൾവ് ചെയ്യുന്നത് നമുക്ക് നോക്കണം. പിന്നെ സൈഡ് ബൈ സൈഡ് ആയതുകൊണ്ട് തന്നെ ഹീറ്റ് ഒരുപാട് ഇങ്ങനെ ട്രാപ്ഡ് ആയിട്ടിരിക്കില്ല, അതുകൊണ്ട് തന്നെ SoC വേഗം തന്നെ ത്രോട്ടിലാവില്ല. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഒരു നോർമൽ SoCക്ക് ഡേ ടു ഡേ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനുള്ള പ്രോസസ്സിംഗ് പവറും ഉണ്ട്. അപ്പം സാംസങ്ങിൻ്റെ ഈ SBS മെത്തേഡിലൂടെ നമുക്ക് കുറച്ചുകൂടി എഫിഷ്യൻ്റ് ആക്കാനാണ് ചിപ്സെറ്റിനെ പറ്റുന്നത്. അതായത് ഹീറ്റ് കുറയ്ക്കാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമുക്ക് സസ്റ്റെയിൻഡ് പെർഫോമൻസ് കിട്ടും. ഈ സസ്റ്റെയിൻഡ് പെർഫോമൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഓൺ ഡിവൈസ് AI മോഡൽസിന് വേണ്ടിയായിരിക്കും യൂസ് ചെയ്യുന്നതെന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത്. വലിയ ഓൺ ഡിവൈസ് AI മോഡൽസ് യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് ക്യാമറാസിൽ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ നേരത്തേക്ക് പ്രോസസ്സർ ത്രോട്ടിൽ ചെയ്യാണ്ട് യൂസ് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡ് ഇതുവരെ ആരും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ സാംസങ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്ത് സക്സസ്ഫുൾ ആയി കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു ടെക്നോളജി ബാക്കിയുള്ള എല്ലാ കമ്പനീസും യൂസ് ചെയ്യാൻ തുടങ്ങുമായിരിക്കും. അപ്പോൾ സാംസങ്ങിനെ പറ്റി പറഞ്ഞതുകൊണ്ട് സാംസങ്ങിൻ്റെ അപ്കമിംഗ് ആയിട്ടുള്ള S27 സീരീസിൻ്റെ കുറച്ച് കാര്യങ്ങൾ ലീക്ക് ആയിട്ടുണ്ട്, അതും കൂടി നമുക്ക് നോക്കാം. S27 സീരീസിൽ ഇനി 4 ഫോൺസാണ് ഉണ്ടാവുക. എക്സ്ട്രാ ആയിട്ട് S27 Pro എന്ന് പറയുന്ന ഒരു ഫോണാണ് വരാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഫോണിൽ S27 അൾട്രയുടെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടാകും. അതായത് ക്യാമറാസ് S27 അൾട്രയുടെ സെയിം ക്യാമറാസ് ആയിരിക്കും, പക്ഷേ അതിൽ S Pen ഉണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ ഹൈ എൻഡ് ഫീച്ചേഴ്സും ഈ ഒരു ഫോണിൽ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അതായത് iPhone Pro ആൻഡ് Pro Max അല്ലേ, അതേപോലത്തെ ഒരു സിസ്റ്റത്തിലേക്കാണ് ഇവർ നോക്കുന്നത്. അപ്പോൾ പണ്ടത്തെ പോലെ ഒരു S tier ഫ്ലാഗ്ഷിപ്പ് ആൻഡ് ഒരു നോട്ട് tier ഫ്ലാഗ്ഷിപ്പ് അങ്ങനെ ഒരു കാറ്റഗറൈസേഷൻ ഇവിടെ വരുന്നതാണ് നമുക്ക് തോന്നുന്നത്. പക്ഷേ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും S27 Ultra തന്നെയാണ് അവരുടെ ഫ്ലാഗ്ഷിപ്പ് ആയിട്ടുള്ള മോഡൽ. S27 Ultraയിലാണ് അവർ ഒരുപാട് പുതിയ ഇമ്പ്രൂവ്മെൻറ്റ്സ് കൊണ്ടുവരുന്നത്. 5800 mAh സിലിക്കൺ കാർബൺ ബാറ്ററി, ഒരു 1/1.12 ഇഞ്ചിൻ്റെ ഒരു ലോഫിക് ക്യാമറ, പിന്നെ നേരത്തെ പറയുന്ന ആ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ട് തന്നെ ഒരു ഇംപ്രൂവ്ഡ് തെർമൽ സിസ്റ്റം വരുന്നുണ്ട്. പിന്നെ അതുകൂടാണ്ട് തന്നെ M16 OLED എന്ന് പറയുന്നുള്ള പുതിയ ഡിസ്പ്ലേ ആണ് അവർ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ കൂടുതൽ എഫിഷ്യൻ്റ് ആണ്, ബെറ്റർ പ്രൈവസി ഡിസ്പ്ലേ ആയിരിക്കും, ബെറ്റർ ബ്രൈറ്റ്നസ് ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഗാലക്സി S27 സീരീസിൽ വരും, എസ്പെഷ്യലി S27 അൾട്രയിൽ വരുന്നതാണ് ഇപ്പോഴത്തെ റൂമർ അനുസരിച്ച് പറയുന്നത്. ഇനി iPhone 20യുടെ ന്യൂസിലേക്ക് വരാം. ആപ്പിളിൻ്റെ 20th ആനിവേഴ്സറി ഐഫോണിൽ ഒരു ബെസൽ-ലെസ് ഡിസ്പ്ലേ വരുന്നതാണ് പറയുന്നത്. അതായത് ഫ്ലാറ്റ് ഡിസ്പ്ലേ പ്ലസ് ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് ആണ് ഇവർ വരുന്നത്. ഈ ഒരു ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് കാരണം ഇതിനെ വിളിക്കുന്നത് ക്വാഡ് കേർവ്ഡ് ഗ്ലാസ് എന്നായിരിക്കില്ല കേട്ടോ, ആൻഡ് ഇപ്പോൾ മാർക്കറ്റിലുള്ള പോലത്തെ ഒരു ക്വാഡ് കേർവ്ഡ് ഗ്ലാസും ആയിരിക്കില്ല എന്നാണ് പറയുന്നത്. ഈ ഒരു ഗ്ലാസിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലാറ്റ് OLED ആണെങ്കിലും ഇതിൻ്റെ
ബെസൽസ് തീരെ ഇല്ലാത്തതുപോലെയുള്ള ഒരു ഇല്യൂഷൻസ് ഈ ഒരു ഫോൺ തരുമായിരിക്കും. അപ്പോൾ ഇതൊരു 20th ആനിവേഴ്സറി ഐഫോൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇക്കൊല്ലം 18th ആണ് വരുന്നത്. 18, 19, 20 ഇന്നവും ഏകദേശം 2.5 കൊല്ലത്തോളം ഉണ്ട് ഈ ഒരു ഐഫോൺ വരാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വേറൊരു റൂമർ എന്താണെന്ന് വെച്ചാൽ സയോമിയും ഒപ്പോവും അവരുടെ നെക്സ്റ്റ് ഇയർ ഫ്ലാഗ്ഷിപ്പിൽ, അതായത് ഇക്കൊല്ലം ഇറങ്ങാൻ പോകുന്ന അവരുടെ ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് ഫോൺസിൽ അവർ 0.7 ബെസൽസാണ് ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ടെക്നോളജീൻ്റെ ഗ്രോത്ത് നോക്കുകയാണെങ്കിൽ 20th ആനിവേഴ്സറി ഐഫോൺ വരുമ്പോഴത്തേക്കും അതൊരു ബ്രേക്ക് ത്രൂ ആയിട്ടുള്ളൊരു ഫീച്ചറൊന്നും ആയിരിക്കില്ല. ബാക്കിയുള്ള എല്ലാ സ്മാർട്ട് ഫോൺസിലും <1 ബെസൽ തന്നെ ആയിരിക്കാം. ഇപ്പോൾ ഇത് വലുതായിട്ട് കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ആ നേരെ ആകുമ്പോൾ മേ ബി ചിലപ്പോൾ ഇതൊരു നോർമലായിട്ടുള്ളൊരു കാര്യമായിരിക്കും. പിന്നെ ആപ്പിൾ ഇത് ചെയ്യുന്നത് കൊണ്ട് ആപ്പിൾ ഫാൻസ് എല്ലാവരും ഇത് ആപ്പിൾ ആദ്യമായിട്ട് ചെയ്തതുപോലെയുള്ള കുറച്ച് റിയാക്ഷൻസും കാര്യങ്ങളൊക്കെ തരുമായിരിക്കും. അപ്പോൾ ഈ ഒരു ഡിസ്പ്ലേ ഉണ്ടാക്കുന്നത് സാംസങ് ആണ്. അപ്പോൾ ഈ ഒരു സാംസങ്ങിൻ്റെ ഡിസ്പ്ലേയിൽ അപ്രോച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫ്ലാറ്റ് OLED ആയിരിക്കും. ആൻഡ് ഇതൊരു 0 ബെസലുള്ള പോലെയുള്ള ഒരു ഇല്യൂഷനാണ് ഈ ഒരു ഡിസ്പ്ലേ കൊടുക്കുക. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ആപ്പിൾ അങ്ങനെ ഒരു ഡിസ്പ്ലേയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത കൊല്ലം തൊട്ട് എല്ലാ ആൻഡ്രോയിഡ് മാനുഫാക്ചറും ഇങ്ങനെ ഒരു ബെസൽലെസ് ആയിട്ടുള്ളൊരു ഡിസ്പ്ലേയിലേക്ക് മാറുമായിരിക്കും. ഇനി നമുക്ക് അടുത്ത ന്യൂസിലേക്ക് വരാം, അതായത് ഫൈനൽ ന്യൂസിലേക്ക് വരാം. റാം ആൻഡ് SoCയുടെ പ്രൈസസ് ഒരുപാട് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻക്രീസ് കാരണം തന്നെ ഒരുപാട് സ്മാർട്ട് ഫോൺസിൽ വല്ലാത്ത പ്രൈസ് ഇൻക്രീസ് വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റഡ് ആയിട്ടുള്ളത് റിയൽമി ആണ് കേട്ടോ. പെർസെൻറ്റേജ് പറയുകയാണെങ്കിൽ റിയൽമിയിൽ 53% പ്രൈസ് ഹൈക്ക് സംഭവിച്ചിട്ടുള്ളത്. ഒപ്പോയിൽ 41, വിവോയിൽ 40, സാംസങ്ങിൽ 36 ആൻഡ് ഷയോമിയിൽ 31% പ്രൈസ് ഇൻക്രീസസ് നടന്നിട്ടുള്ളത്. ഈ ഒരു പ്രൈസ് ഇൻക്രീസസ് നടക്കാനുള്ള കാരണം റാമിൻ്റെ സ്റ്റോറേജിൻ്റെയൊക്കെ പ്രൈസ് കൂടിയ കാരണം. ഈ ഒരു റിയൽമി എന്ന് പറഞ്ഞ ബ്രാൻഡിൽ പ്രൈസ് ഇൻക്രീസ് ആവാനുള്ളതിൻ്റെ മേജർ റീസൺ റിയൽമി മോസ്റ്റ്ലി സെല് ചെയ്യുന്നത് ലോ ബഡ്ജറ്റ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺസാണ്. അപ്പോൾ ഇതിലൊരു 2000-3000 രൂപ കൂട്ടിക്കഴിഞ്ഞാൽ തന്നെ അവരുടെ പെർസെൻറ്റേജ് വൈസ് നോക്കാൻ നേരത്ത് ഒരുപാട് പെർസെൻറ്റേജ് കൂട്ടിയതുപോലെ ഉണ്ടാകും. പക്ഷേ ബാക്കിയുള്ള ഒപ്പോ, സാംസങ്, വിവോയിലൊന്നും ഇങ്ങനെയല്ല. ഇവരെയൊക്കെ സെല് ചെയ്യുന്ന സ്മാർട്ട് ഫോൺസിൽ ഓൾറെഡി ഇവർക്ക് ഹ്യൂജ് ആയിട്ടുള്ള ഒരു പ്രോഫിറ്റ് മാർജിൻ ഉണ്ട്. അപ്പോൾ ഇവർ ആ ഒരു പ്രോഫിറ്റ് മാർജിനിൽ ചെറിയൊരു ഹിറ്റ് എടുത്തുകൊണ്ടാണ് ഇവരിപ്പോൾ സെല് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഒപ്പോ, വിവോ, സാംസങ്, ഷയോമിയുടെ ഫോൺസിലൊന്നും ഒരുപാട് പ്രൈസ് പെർസെൻറ്റേജ് വൈസ് ഇൻക്രീസ് ആയിട്ടില്ല. ലോ ബഡ്ജറ്റ് ഫോൺസിനെയാണ് ഒരുപാട് എഫക്റ്റ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ലോ ബഡ്ജറ്റ് ഫോൺസിൽ വരുന്ന MediaTek എന്ന് പറയുന്ന ചിപ്സെറ്റ് കമ്പനീനെയാണ് ഇത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത്. ക്വാൾകോമിനെയും എക്സിനോസിനെയും ആപ്പിളിനെയും ഒന്നും ഇത് തീരെ എഫക്റ്റ് ചെയ്തിട്ടില്ല. MediaTekന് ഡബിൾ ഡിജിറ്റിലുള്ള ഡിക്ലൈൻ ഉണ്ടെന്നാണ് ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന റിപ്പോർട്ട്. പിന്നെ അങ്ങോട്ടേക്ക് ഫ്യൂച്ചറിലേക്ക് സ്മാർട്ട് ഫോൺസിൻ്റെ പ്രൈസ് ഒരുപാട് കൂടാൻ പോവുകയാണ്. ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള തന്നെ ഒരുപാട് കമ്പനികൾ പ്രൈസ് ഹൈക്ക് ചെയ്തിട്ടുണ്ട്. നത്തിങ് പ്രൈസ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, മോട്ടറോള ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്, സാംസങ് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. എല്ലാത്തിൻ്റെ കാര്യങ്ങളും ഞാനിപ്പോൾ ഡിസ്പ്ലേയിൽ ഞാനിടാം. നിങ്ങൾക്കിത് അറിയണമെങ്കിൽ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്തിട്ട് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങളത് ചെക്ക് ചെയ്യാം. IDCൻ്റെയും കൗണ്ടർ പോയിൻ്റിൻ്റെയും റിപ്പോർട്ട് അനുസരിച്ചിട്ട് ഇനി വരുന്ന 1-2 കൊല്ലത്തിലേക്ക് സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് വല്ലാതെ കൂടുകയും ബഡ്ജറ്റ് ഫോൺസ് പിന്നെയും 4Gയിലേക്ക് പോകുന്നതാണ് പറയുന്നത്. ബഡ്ജറ്റ് ഫോൺസിൽ ഇപ്പോൾ യൂണിസോക്കിൻ്റെ SoC ഒക്കെയാണ് വരുന്നത്. ഈ യൂണിസോക്കിൻ്റെ SoC എന്ന് പറഞ്ഞാൽ അത് 3 കൊല്ലം മുമ്പിലൊക്കെ ഉണ്ടായിരുന്ന SoC ആണ്. 4G മാത്രമുള്ള SoC ആണ് വരുന്നത്. ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ 10-15,000 താഴെ കേട്ടോ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഫോൺ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ വരുന്ന ബിഗ് ബില്യൺ ഡേക്കോ അല്ലെങ്കിൽ അതേപോലെ വല്ല സെയിൽസ് വരാൻ നേരത്ത് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുകയാണെങ്കിൽ ചാടിക്കറി വാങ്ങിക്കോളുക. അത് ഇക്കൊല്ലത്തെ ഫോണായാലും കുഴപ്പമില്ല, കഴിഞ്ഞ കൊല്ലത്തെ ഫോണായാലും കുഴപ്പമില്ല. കാരണം ഇനി വരാൻ പോകുന്ന ഫോൺസിൽ ഒരുപാട് പ്രൈസ് കൂടുതലായിരിക്കും. ആൻഡ് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഹാർഡ്വെയറും ആ ഒരു ഫോൺസിനൊന്നും ഉണ്ടാകാനും പോകുന്നില്ല. അപ്പം ഇതാണ് ഈ ആഴ്ചത്തെ ടെക് ന്യൂസ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.